നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതിന് ഏവരും ചെയ്യേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ആദ്യത്തേതായ നമ്പർ 1 രണ്ടാമത്തേതായ നമ്പർ 6 ആകുന്നു. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമമോ അല്ലെങ്കിൽ ഓം ക്രീം കാളി എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 1 നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ 1 ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കിടയിൽ നിന്നും അകലുന്നതാണ്. അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് എങ്കിൽ അത് മാറുവാനുള്ള അവസരങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അത് അഭിപ്രായ വ്യത്യാസങ്ങളാണ് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും ജോലിയിൽ ശ്രദ്ധിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരാം. അത് ആ വ്യക്തിയുടെ പിന്തുണയാലോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാലോ ആകാം. ഒരുമിച്ച് താമസിക്കുവാനുള്ള അവസരങ്ങൾ, പ്രധാനമായും തർക്കങ്ങൾ ഒഴിയുകയും അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും ജീവിതത്തിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ഒഴിവാകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അകൽച്ച ഇല്ലാതാകും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിരുന്നു എങ്കിൽ അത്തരം അകൽച്ചകൾ ഇല്ലാതാകുന്നതിനുള്ള അവസരങ്ങൾ അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ ഉണ്ട് എന്നതാണ് വാസ്തവം. ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ അവർ നിങ്ങളെ മറന്നിട്ടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലും അത്തരത്തിൽ ചില ചിന്തകൾ ഉണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ആക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു എങ്കിൽ പോലും നിങ്ങൾ തളരേണ്ടതായില്ല എന്നതാണ് വാസ്തവം. അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാനും അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറും എന്ന കാര്യം ഓർക്കുക. അഭിമാനികൾ തന്നെയാണ് നിങ്ങൾ. സ്നേഹിച്ചാൽ എന്തും നൽകുന്നവരാണ്. എന്നാൽ പലപ്പോഴും ഇത് പലരും നിങ്ങൾക്കെതിരെ തന്നെ ആയുധമാക്കിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. പലരും നിങ്ങളെ ചതിച്ചിട്ടുള്ളവരാണ്. ഉറ്റ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ നിങ്ങളെ ഇത്തരത്തിൽ പലപ്പോഴും തകർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ചതിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവർ ഇടപെട്ട് പലപ്പോഴും നിങ്ങളുടെ ബന്ധം തകർക്കാനായി ശ്രമിക്കുന്നു എന്ന കാര്യം ഓർക്കണം. എന്നാൽ ചില അവസരങ്ങളിൽ ഇത്തരം ഇടപെടലുകൾ അത് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീഴുവാൻ കാരണമായി തീരാം. എന്നാൽ ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് അത് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങളെ ദോഷകരമായി ബാധിക്കും അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കണം. കഷ്ടതകൾ അനുഭവിച്ച നിങ്ങൾക്ക് തീർച്ചയായും ചില അനുകൂലമായ വാർത്തകൾ ജീവിതത്തിൽ തേടി വരാവുന്നതാണ്. മറ്റുള്ളവരെ പോലെ വലിയ ആഡംബരം ആഗ്രഹിക്കുന്നവർ തന്നെയല്ല നിങ്ങൾ. കടബാധ്യതകൾ പലപ്പോഴും ജീവിതത്തിൽ വിഷമസന്ധികൾ ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കണം. നിങ്ങളെക്കുറിച്ച് പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെക്കുറിച്ച് തെറ്റായ പല കാര്യങ്ങളും പറയുന്നു എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ അത് നിങ്ങളെ ബാധിക്കില്ല എങ്കിൽ പോലും നിങ്ങൾക്കത് വിഷമങ്ങൾ നൽകുന്നു എന്ന കാര്യം ഓർക്കണം.
ബന്ധങ്ങളിൽ പോലും ചില വിഷമങ്ങൾക്ക് ഇത് കാരണമായി തീരാറുമുണ്ട്. ആർക്കും തകർക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ബന്ധം എന്ന കാര്യം ഓർക്കണം. നിങ്ങൾക്കിടയിലുള്ള ആ സുഹൃത്ത് ബന്ധമാണ് എങ്കിലും, അതല്ല പങ്കാളിയാണ് എങ്കിലും ആ ബന്ധം തകർക്കുവാൻ സാധിക്കുന്നതല്ല. അതിന് ശ്രമിക്കുന്നു എങ്കിൽ പോലും അതിന് സാധിക്കാതെ അവർ പിൻവാങ്ങേണ്ടതായി വരും എന്ന കാര്യം ഓർക്കണം. നിങ്ങൾക്കിടയിൽ പലപ്പോഴും കലഹങ്ങൾ ഉണ്ടാകാറുണ്ട്. വളരെയധികം വേദനകൾ നൽകുന്നതായ കലഹങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾ അത് പലപ്പോഴും പൊറുക്കുന്നവരാണ്. മിണ്ടാതിരിക്കുവാൻ സാധിക്കില്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതിനാൽ തന്നെ തീർച്ചയായും ഇപ്പോൾ അനുഭവിക്കുന്നതായ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കാവുന്നതായ ആ കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാൽ തന്നെ ധൈര്യമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. രണ്ടാമത്തെ നമ്പറായ 6 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ പല കാര്യങ്ങളും അനുകൂലമായി തീർന്നു എന്ന് വരാം. പലപ്പോഴും നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി വരികയോ അഭിപ്രായ വ്യത്യാസങ്ങളാൽ പലപ്പോഴും മനസമാധാനം നഷ്ടപ്പെടുകയോ ചെയ്യുന്നതായ സാഹചര്യങ്ങൾ ഉണ്ട്. അതിൽ നിന്നും ചില മാറ്റങ്ങൾ കടന്ന് വരാവുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുമാണ്. മറ്റുള്ളവർക്ക് പോലും അത്ഭുതം സൃഷ്ടിക്കുവാൻ സാധിക്കും വിധം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാരണം പല മാറ്റങ്ങളും നിങ്ങൾക്കിടയിൽ കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള ചിന്തകൾ അവർക്കിടയിലുമുണ്ട് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഒരേ അഭിപ്രായങ്ങൾ പല കാര്യങ്ങളിലും കടന്നു വരുന്നില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ ചില വിഷമതകൾക്കോ കാരണമാകുന്നുണ്ട്. അത് പരിഹരിക്കണം എന്ന് അവർക്കും ആഗ്രഹം ഉള്ളതാണ്. അത്തരം കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിച്ചു തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പലപ്പോഴും അധികം സംസാരിക്കാത്തവരാണ് നിങ്ങൾ. പലപ്പോഴും അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്ന തോന്നൽ നിങ്ങൾക്കിടയിലുണ്ട്. പുറകെ നിൽക്കുന്നതായ പലരും നിങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാവുകയോ അല്ലെങ്കിൽ അവർ മൂലം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും അവരെ മുന്നിൽ നിർത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. നിങ്ങൾക്കെതിരെ ഉപദ്രവം ചെയ്യുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളോ നിങ്ങൾക്കിടയിൽ പലപ്പോഴും പ്രശ്ന പരിഹാരത്തിനായി നിൽക്കുകയും ആ പ്രശ്നങ്ങൾ വലുതാവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ സമയം കണ്ടെത്തി തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കഴിവതും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഒരുമിച്ച് തന്നെ ഇരിക്കുകയാണ് എങ്കിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. മനസ്സിൽ പലപ്പോഴും തുറന്നു പറയുവാൻ സാധിക്കാത്തതായ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ തുറന്നു പറയേണ്ടതായ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ തുറന്നു പറയേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നല്ല ആശയവിനിമയം നിങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാകുന്നു. പല അവസരങ്ങളിലും അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ചിന്ത ഇരു കൂട്ടർക്കുമുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അതിൽ പരാജയങ്ങൾ നേരിടേണ്ടതായി വരുന്ന സാഹചര്യം. രണ്ടു പേർക്കിടയിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. പുറമെ കാണിച്ചില്ല എങ്കിലും ഉള്ളിൽ വളരെ ഇഷ്ടമാണ് എങ്കിലും പലപ്പോഴും പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നു. ചില കാര്യങ്ങളോട് യോജിക്കാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. സത്യസന്ധരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പല വ്യക്തികൾ മൂലവും നിങ്ങൾ ചതിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പല രീതിയിലുള്ള വിഷമഘട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമുണ്ട്. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ സമയമാണ്. അതിനാൽ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. നിങ്ങളുടെ മനസ്സെന്താണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നു എന്ന കാര്യം ഓർക്കുക. അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. അതിനാൽ ക്ഷമയോടെ തന്നെ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ നേരിടേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്.